നെന്മാറ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സുരക്ഷാ തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. ഇന്ദിര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള അനുബന്ധ സൗകര്യങ്ങളും സജ്ജീകരണ പ്രവൃത്തികളും അനുവദിച്ചു. ശുചീകരണ കേന്ദ്രത്തിലേക്ക് ഫർണിച്ചറുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങളെ മുഴുവൻ നീക്കം ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ ശുചിത്വം ഉറപ്പാക്കുകയും ഒപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വലിയൊരു ദൗത്യത്തിന് നിയോഗമാക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് ഹരിത കർമ്മസേനയുടെ ഭാഗമാകുന്നത്. നമ്മുടെ പട്ടാളം എന്താ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആർമി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കാവലാവുക എന്നതാണ് നമ്മുടെ പട്ടാളക്കാർ ചെയ്യുന്ന ജോലി. എങ്ങനെയാണോ നമ്മുടെ ആർമി രാജ്യത്തിൻ്റെ കാവലാളാവുന്നത്, അതുപോലെ നമ്മുടെ പ്രകൃതിയുടെയും നമ്മുടെ നാടിൻ്റെയും കാവലാളാകുന്ന ആളുകളാണ് ഹരിത കർമ്മസേന. അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്നാണ് നിങ്ങളോട് ഈ വേളയിൽ പറയാനുള്ളത്. ആ ഓർമ്മ നിങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളിലൂടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങളെ എത്ര കണ്ട് നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നിങ്ങളെ എത്ര കണ്ട് ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളോട്. ഈ ഭാഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പോൾ ഹരിത കർമ്മസേനയ്ക്ക് തരുന്ന പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് നെന്മാറ ഗ്രാമപഞ്ചായത്തിലാണ്. വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MR നാരായണൻ, സൗമ്യ വിജയ്, ഗോകുൽദാസ്, പ്രവീണ, മറ്റംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി വിജിൽ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.